വചനം 21. വാക്കർത്ഥം. ഖാല നൂഹുൻ, നൂഹ് പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നഹും, നിശ്ചയമായും അവർ, അസൗനി, എന്നോട് അനുസരണക്കേട് കാണിച്ചു, വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു, മൻ, യാതൊരുവരെ, ലം യസിദുഹു, അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല, മാലുഹു, തൻ്റെ സ്വത്ത്, വവലദുഹു, തൻ്റെ സന്താനവും, ഇല്ലാ ഖസാറ, നഷ്ടമല്ലാതെ. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. നൂഹ് പറഞ്ഞു, എൻ്റെ റബ്ബേ, നിശ്ചയമായും അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്. യാതൊരുവർക്ക് അവരുടെ സ്വത്തും സന്താനവും നഷ്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ലയോ? അങ്ങനെയുള്ളവരെ അവർ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. വചനം 22. വാക്കർത്ഥം. വമകറൂ, അവർ കുതന്ത്രം പ്രവർത്തിക്കുകയും ചെയ്തു, മക്റൻ കുബ്ബാറ, വലുതായ കുതന്ത്രം. ومكروا مكرا كبارا, വളരെ വലിയ കുതന്ത്രവും അവർ പ്രയോഗിച്ചിരിക്കുന്നു. വചനം 23. വാക്കർത്ഥം. വഖാലൂ, അവർ പറയുകയും ചെയ്തു, ലാ തദറുന്ന, നിശ്ചയമായും നിങ്ങൾ വിട്ടേക്കരുത്, ആലിഹത്തക്കും, നിങ്ങളുടെ ആരാധ്യവസ്തുക്കളെ, ദൈവങ്ങളെ, വലാ തദറുന്ന, വിട്ടേക്കുകയും അരുത്, വദ്ദൻ, വദ്ദിനെ, വലാ സുവാഅൻ, സുവാഇനെയും അരുത്, വലാ യഗൂസ, യഗൂസിനെയും അരുത്, വയഊഖ, യഊഖിനെയും, വനസ്ര, നസ്റിനെയും. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. അവർ പറഞ്ഞു, ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ വിട്ടേക്കരുത്. വദ്ദിനെയാകട്ടെ സുവാഇനെയാകട്ടെ നിങ്ങൾ വിട്ടേക്കരുത്. യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും വിട്ടേക്കുകയും അരുത്. വചനം 24. വാക്കർത്ഥം. വഖദ് അദല്ലൂ, അവർ വഴിപിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, കസീറൻ, വളരെ ആളുകളെ, വലാ തസിദി, നീ വർദ്ധിപ്പിക്കരുതേ, അദ്ദാലിമീന, അക്രമികൾക്ക്, ഇല്ലാ ളലാല, വഴിപിഴവല്ലാതെ. وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. അവർ വളരെ ജനങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, അക്രമികൾക്ക് വഴികേടല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ. 21 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എത്രമാത്രം മനോവേദനയോടുകൂടിയാണ് നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെപ്പറ്റി അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടപ്പെടുന്നതെന്ന് ആലോചിച്ചു നോക്കുക. പ്രബോധനത്തിൽ അംഗീകരിക്കപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു നോക്കി. 950 കൊല്ലത്തോളം ഇടമുറിയാതെ വിശ്രമമില്ലാതെ അദ്ദേഹം ആ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. സൂറത്തുൽ ഹൂദ് 40-ാം ആയത്തിൽ പ്രസ്താവിച്ചതുപോലെ അല്പമാത്രം ആളുകളല്ലാതെ അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചില്ല. ആ ജനത വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, പരിഹാസം, ധിക്കാരം, അഹംഭാവം ആദിയായവയിൽ അവർ അതിരു കവിയുകയും ചെയ്തു. അവരിൽ നിന്ന് ഇനി ഒട്ടും നന്മ പ്രതീക്ഷിക്കുവാനില്ലെന്നും അവർ അവശേഷിക്കുന്ന കാലത്തോളം അവരിൽ നിന്ന് അക്രമവും മാർഗതടസ്സവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഈ അവസരത്തിലാണ് അദ്ദേഹം അവർക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. 26-ഉം 27 വചനങ്ങളിൽ നിന്ന്
ഇത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. 24-ാം വചനത്തിലെ നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ താൽപ്പര്യം അക്രമികളായ ആ ജനതയുടെ കുതന്ത്ര പ്രവർത്തനങ്ങളിൽ അവർക്ക് പരാജയം നൽകണമെന്നും അവരുടെ തോന്നിയവാസങ്ങൾക്കും അവർ മൂലമുണ്ടാകുന്ന ശല്യങ്ങൾക്കും അറുതി വരത്തക്കവണ്ണം അവർക്ക് വല്ല ആപത്തോ നാശമോ സംഭവിക്കണമെന്നും ആയിരിക്കാവുന്നതാണ്. തുടർന്നുള്ള വചനങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. സ്വത്തും മക്കളും നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലാത്തവർ എന്ന് 21-ാം വചനത്തിൽ പ്രസ്താവിച്ചത് അവരിലുള്ള നേതാക്കളെയും ധനികന്മാരെയും കുറിച്ചാകുന്നു. പാമരന്മാരും സാധാരണക്കാരും അവരെ അനുകരിക്കുകയും പ്രേരണകൾക്ക് വഴിപ്പെടുകയും ചെയ്തു. ഇതാണ് 24-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം എന്തുതന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ ദൈവങ്ങളെ വിട്ടുകളയരുതെന്ന് നേതാക്കൾ മറ്റുള്ളവരെ നിർബന്ധിച്ചു. വിഗ്രഹങ്ങളെ ഉദ്ദേശിച്ചാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞതെന്ന് സ്പഷ്ടമാണ്. അവയിൽ കൂടുതൽ പ്രധാനപ്പെട്ട 5 പേരുകളത്രേ 23-ാം വചനത്തിൽ കാണുന്നത്. സജ്ജനങ്ങളായിരുന്ന ചില ആളുകൾ മരണപ്പെട്ട ശേഷം പിശാചിൻ്റെ പ്രേരണയനുസരിച്ച് ആദ്യം അവരുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെടുകയും ക്രമേണ അവ ആരാധ്യ ദൈവങ്ങളായി മാറുകയുമാണുണ്ടായതെന്നും ഇതേ പേരുകളിലുള്ള വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ അറബികൾക്കിടയിലും പ്രചാരത്തിൽ വന്നുവെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവക്ക് പുറമെ ലാത്ത, ഉസ്സ, മനാത്ത മുതലായ പല വിഗ്രഹങ്ങൾ അറബികൾക്ക് വേറെയും ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കൂടുതൽ വിവരം ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. അള്ളാഹു പറയുന്നു: